നമ്മുടെ ചുരിദാറിന്റെ അടുത്ത വീഡിയോ ആണ്. നമ്മുടെ അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക്. ജോർജറ്റ് ഒത്തിരി പേർക്ക് ഇഷ്ടമാട്ടോ, കാരണം നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഇല്ല. ഒത്തിരി നാളത്തേക്ക് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഒതുങ്ങി കിടക്കുകയും ചെയ്യും. എല്ലാവരും തന്നെ ഫേവറേറ്റ് ഒരു മെറ്റീരിയലാണിത്. നല്ല ലെങ്തി ആയിട്ട് നമ്മൾ കളേഴ്സ് പറഞ്ഞ് ചെയ്യിപ്പിച്ചാട്ടോ. നല്ല ബ്ലാക്കിലാണ്, ഫസ്റ്റ് നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ്. ക്വാളിറ്റി കൂടിയ ജോർജറ്റ് മെറ്റീരിയലാണ്. ജോർജറ്റിന്റെ പല ഇത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ്. പിന്നെ ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ആണ് നല്ല തിക്കായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ബ്ലാക്കിലായതുകൊണ്ട് ആ ഒരു വർക്കിന് ഭയങ്കര എളുപ്പമാട്ടോ. നല്ല രസമുള്ള ഒരു പീച്ച് ആൻഡ് ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ രണ്ട് സൈഡിലും വർക്ക് വരുന്നുണ്ട്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. ഇതുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ വർക്ക് കൊടുത്തേക്കുന്നുണ്ട്. നമുക്ക് ഇടുമ്പോഴൊക്കെ കാണാൻ നല്ല രണ്ട് സൈഡായിട്ട് നമുക്ക് 2 സൈഡിലോ 1 സൈഡോ ഒക്കെ ഇട്ടാലും വന്നിട്ട് എടുത്ത് നിൽക്കുകയും ചെയ്യും. പിന്നെ ബോട്ടം വിത്ത് ലൈനിങ് സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക് ആണ്. പിന്നെ നമ്പർ വരുന്നത് G971, റേറ്റ് 1190 മാത്രമേ ഉള്ളൂ, 1190. നമുക്ക് നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡ് ആട്ടോ. നമ്മുടെ റോയൽ ബ്ലൂവിന്റെ ഒക്കെ കുറച്ച് ബ്രൈറ്റർ ടോൺ, അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും സെലക്ട് ചെയ്യാം കേട്ടോ. നല്ല രസമുള്ളൊരു റോയൽ ബ്ലൂ ആണ്. അപ്പോൾ ഇത് ബോർഡേഴ്സിലൊക്കെ ഒരു പീച്ച് ആൻഡ് പിങ്കിന്റെ കോമ്പിനേഷനിൽ വർക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല ലെങ്ത് ഉണ്ട്. ഇത് മടക്കിയും കൂടെ വെച്ചേക്കുന്നതാണ്. ഒരു 49 എബോ നമുക്ക് ലെങ്ത് ഇത് തയ്ക്കാൻ കിട്ടും. എനിക്കൊന്ന് ആവറേജ് എല്ലാവരും തന്നെ 48 ഒക്കെ വരെ ഇടാറുള്ളൂ. പക്ഷേ ഇത് അതിന് മേളിൽ നല്ല ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിലും പറ്റുന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു സെറ്റ് ആട്ടോ. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് G970, റേറ്റ് 1190. നമുക്ക് അടുത്ത് വരുന്നത് ഒരു വൈൻ ഷെയ്ഡ് ആട്ടോ. അതായത് ഒരു റെഡ് വൈൻ്റെ ഷെയ്ഡ് എന്ന് പറയാം. അപ്പോൾ അത് നല്ല രസമാണ്. നമുക്ക് നേരിട്ട് കണ്ടാൽ അതിന്റെ കറക്റ്റ് കളർ നമുക്ക് പിടുത്തം കിട്ടുള്ളൂ. ചെറിയൊരു വേരിയേഷൻ ഇതിനകത്ത് കാണും കേട്ടോ. പക്ഷെ നല്ല വെറൈറ്റി ആയിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നല്ല രസമായിട്ടുള്ള ഷെയ്ഡാണ്. പിന്നെ എല്ലാ കളേഴ്സ് എല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ കോമൺ ചെയ്യുന്നേക്കാളും കുറച്ച് വ്യത്യാസപ്പെട്ടിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ദുപ്പട്ടയ്ക്കകത്തും രണ്ട് സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആട്ടോ. രണ്ട് സൈഡിലും ഇട്ടാലും ഈ ഒരു വർക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. അത് സെയിം കളർ തന്നെ, സാറ്റിൻ സിൽക്കിന്റെ മെറ്റീരിയൽ. നമ്പർ വരുന്നത് G968, റേറ്റ് 1190. നമുക്ക് അടുത്തത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ്റെ ഒക്കെ ഷെയ്ഡ് ആട്ടോ. നമ്മുടെ സാധാരണ കാണുന്നേക്കാളും കുറച്ച് ഭംഗിയാട്ടോ ഈ ഷെയ്ഡ് കാണാനായിട്ട്. ചെറിയൊരു കളർ വേരിയേഷൻ ഇതിന് എല്ലാത്തിനും നമുക്ക് ആ ഒരു ഫോട്ടോയ്ക്കകത്ത് വരുമ്പോൾ കാണും. പക്ഷെ നേരിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും നല്ല ഷെയ്ഡ്സാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സെയിം തന്നെ രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. വർക്കിനെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇച്ചിരി തിക്കായിട്ട് നിൽക്കും വർക്ക്. ഫ്രണ്ട് പോർഷനിലെ ഡിസൈനും സെയിം തന്നെയാണ് കേട്ടോ. നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. നമ്പർ വരുന്നത് G972, റേറ്റ് 1190. നമുക്ക് ലാസ്റ്റ് കളർ ഡാർക്ക് വൈൻ ഷെയ്ഡാണ്. ഇത് നല്ല അടിപൊളി കളറാട്ടോ. നല്ല രസമാണ് കളേഴ്സ് എല്ലാം കാണാനായിട്ട്. പ്രത്യേകിച്ച് ജോർജറ്റിലും കൂടെ ആയതുകൊണ്ടാണ് അതിന് പ്രത്യേക ഒരു ഭംഗി. പിന്നെ ആ ഒരു വർക്കാണെങ്കിലും നല്ല ഫിനിഷിങ് നിൽക്കും. ഈ ജോർജറ്റും ഡിജിറ്റലും ഒക്കെ കാണാൻ നല്ല കേട്ടോ. ഇങ്ങനത്തെ കളേഴ്സ്, ആ ഒരു വർക്കും ഒക്കെ മെയിനായിട്ട് എല്ലാവരും നമുക്ക് ആ ചെയ്തെടുക്കുന്നതാണെങ്കിലും ഇങ്ങനത്തെ രണ്ട് മെറ്റീരിയലൊക്കെ ആയിരിക്കും. കാരണം നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫാബ്രിക്കുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും നല്ല ഡിസൈൻ ഒക്കെ ഇതിൻ്റെ അകത്ത് കൂടുതൽ വരുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റമാണ്. ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ട്. പിന്നെ നമ്പർ വരുന്നത് G969, റേറ്റ് 1190.